ജോർജ് കുളങ്ങര സാറിനെ പോലുള്ളവർ വലിയ ബുദ്ധിമാന്മാരാണെന്ന് ചിന്തിച്ച് അവർ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു സാമൂഹ്യദ്രോഹപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഞാൻ നടത്താൻ ആഗ്രഹിക്കാത്തയാളാണ്. സമൂഹത്തെ ഇന്നത്തെ ഒരു മുമ്പോട്ട് വന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നതല്ല. സന്തോഷ് ജി കുളങ്ങര നമുക്കേവർക്കും സുപരിചിതനായ മനുഷ്യൻ. ലോകം നമുക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത രീതിയിൽ അകലത്തിലായിരുന്നപ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ച് ആ ദേശത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ രീതികളും ആചാരങ്ങളും ഒക്കെ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നമുക്ക് നന്നായി വിവരിച്ചു തന്ന ആ വ്യക്തിത്വത്തെ ആരും അങ്ങനെ മറക്കുകയില്ല. അതെ, സഞ്ചാരം എന്ന പ്രോഗ്രാമിലൂടെ ഏവർക്കും സുപരിചിതനായ മനുഷ്യനാണ് സന്തോഷ് ജി കുളങ്ങര. എന്നാൽ ഇന്ന് സഞ്ചാരം എന്ന പ്രോഗ്രാം അത്ര പ്രസക്തി ഇല്ലാതെ പോയിരിക്കുന്നു. കാരണം ലോകം നമുക്കടുത്ത് എത്തി നിൽക്കുമ്പോൾ അതിലൂടെ ഒക്കെ സഞ്ചരിക്കുവാനുള്ള സകല വാതിലുകളും നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ അതിലേക്കൂടെ ഒക്കെ സഞ്ചരിച്ച് നമുക്ക് സ്വയം മനസ്സിലാക്കത്തക്ക രീതിയിൽ ലോകം ഇന്ന് അടുത്തെത്തി നിൽക്കുമ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് വലിയ പ്രസക്തി ഇല്ലാതെ പോയിരിക്കുന്നു. എങ്കിലും ഇന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളും അദ്ദേഹത്തിൻ്റെ അറിവുകളൊക്കെയും ഇന്നും ജനത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അത് മതപരമായി അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്നാകുമ്പോൾ അതിനെ പലപ്പോഴും ചോദ്യം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. അതിനുള്ള പെർമിഷൻ അദ്ദേഹം തന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ പോലും പറയുന്ന പല കാര്യങ്ങളെ ഒരു യുക്തിബോധത്തോടെ ചിന്തിക്കുക പോലും ചെയ്യാതെ അതാണ് അൾട്ടിമേറ്റ് എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളെങ്കിലും ഉണ്ട്. അങ്ങനെയുള്ളവരോട് നമുക്ക് ബഹുമാനമല്ല പലപ്പോഴും തോന്നുക, അല്ലേ? അവർ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ, ഞാൻ പറഞ്ഞതിൽ പോലും വാസ്തവമുണ്ടോ? അതെ, ചിന്തിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യേണ്ടി വന്നത്. മിണ്ടാതെ ഇരുന്നിരുന്നുവെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്തെങ്കിലും ഒന്ന് വിചാരിക്കാമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ ദൈവവചനം തന്നെ വിശ്വസിക്കണം എന്നുള്ള പ്രസ്താവനകളൊക്കെ ഇറങ്ങുമ്പോൾ ഏത് വിശ്വാസമാണ് ഇദ്ദേഹം പിന്തുടർന്നത് എന്നുള്ളത് വല്ലാതെ ഞങ്ങളെ ചിന്തിപ്പിച്ചു. പണ്ടൊരു വാഴയ്ക്ക പ്രസ്താവന ഇറങ്ങിയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോയി എന്ത് വാഴയ്ക്കാണ് ചെയ്യാനിരിക്കുന്നത് എന്നൊരു പ്രസ്താവന. അതിന് അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇങ്ങനെയായിരുന്നു: ഈ ഭൂമിയിൽ തെറ്റ് ചെയ്യുന്നതിനെ ഭൂമിയിൽ ശിക്ഷിക്കുക, സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടതിനാണ് അതിൻ്റെ പ്രതികാരവും പ്രതിഫലവും ഒക്കെ കൊടുക്കുവാനിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ദയ ജീവനേക്കാൾ വലുതാണ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും അപ്പോൾ ശിക്ഷിക്കുവാൻ ഇരുന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ തന്നെ ഒരു മനുഷ്യനും ശേഷിക്കുകയില്ല. അതെ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിൻ്റെ ദയയാണ്. ജീവനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ ദയ. നമ്മൾ ഓരോ ദിവസം കാണിക്കുന്ന ദൈവത്തിൻ്റെ ദീർഘക്ഷമ നിമിത്തമാണ് നമ്മൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നത്. ഒരു ദിവസം കൂടെ നിൽക്കട്ടെ, ഒരു മാസം കൂടെ നിൽക്കട്ടെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു സ്വർഗത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ രക്ഷപ്പെട്ടു പോകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഫലം പുറപ്പെടുവിച്ചാലോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന തോട്ടക്കാരനെ പോലെ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നു. അത് മാത്രമല്ല, ഈ ക്രിസ്തു എന്ന് പറയുന്ന അവരുടെ ഒരു വിശ്വാസമാണ് ഇങ്ങനെ ഒരു ക്രിസ്തു വരും എന്നുള്ളത്. കുറെ നാളുകളായി ഇദ്ദേഹം യേശുവിനെ വെറും ഒരു ചരിത്ര പുരുഷനാക്കി അല്ലെങ്കിൽ കഥയിലെ ഒരു കഥാപാത്രമാക്കി തീർക്കുവാൻ ശ്രമിക്കുന്നു. പണ്ട് രാഹുൽ ഈശ്വർ എന്ന മാന്യത്തെ വിളിച്ചിരുത്തി യേശു ചരിത്ര പുരുഷനാണെന്നോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതിന് നല്ല കൃത്യമായിട്ട് ക്രിസ്ത്യാനികൾ പറയുന്നതിനേക്കാളൊക്കെ വളരെ വ്യക്തമായിട്ട് യേശു ഒരു ചരിത്ര പുരുഷനെന്ന് തെളിയിച്ചത് നമ്മളൊക്കെ കേട്ടതാണ്. ഇപ്പോൾ അടുത്ത ചോദ്യവുമായി, ശരിയല്ലാത്ത ചോദ്യവുമായി സന്തോഷ് ജി സാറിനെ സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചിരുന്നു അവർ കുറച്ച് ആളെ കൂട്ടുന്നു, പ്രക്ഷോഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, റോമൻ പട്ടാളവരെ പിടിക്കുന്നു, കുരിശാത്തറച്ച് കൊല്ലുന്നു, തീരുന്നു. പിന്നെ 8, 10, 15, 20, 30, 50, 100 കൊല്ലം കഴിയുമ്പോൾ മറ്റൊരു കളവ് മിശിഹായെന്ന് പറഞ്ഞു വരുന്നു. അവരെ കൊല്ലേണ്ടത് ഇവരുടെ ആവശ്യമാണ്. കാരണം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. യേശു ക്രിസ്തുവിനെ അത് തന്നെ ചെയ്തു. അപ്പൊ ഞാൻ യേശുവിനും ചെയ്തത് അത് തന്നെയാണ്. പക്ഷെങ്കിൽ സകലരും മരിച്ച് മൺമറഞ്ഞു പോയപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ മരണം അവനെ പിടിച്ചു വെക്കാൻ സാധ്യമായിരുന്നു എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു മൂന്നാം നമ്മൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം. അത് താങ്കൾ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പ്രദേശം എന്ന് പറയുന്നത് റോമ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ നമ്മളെ കോളനിയാക്കിയ പോലെ റോമാക്കാർ അവരുടെ കോളനിയാക്കി വെച്ചിരുന്ന അവരുടെ ഗവർണർമാർ ഒന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ്. ആ കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു യേശു ക്രിസ്തു. മിശിഹാമാർ എന്ന് പറയുന്നത് അക്കാലത്ത് റോമിന്റെ അടിമത്തത്തിൽ നിന്ന് ഈ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വന്ന ആൾ ഞാനാണെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിന് മുമ്പേ നിരവധി ആൾ വന്നിട്ടുണ്ട്. വന്നവരെയൊക്കെ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ സമര ഭഗത് സിംഗിനെ ഇവിടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തോ അതേപോലെ അവിടെ ചെയ്തിരുന്ന രീതിയാണ് കുരിശിൽ കൊല്ലുക എന്നുള്ളത്. അതിലെ ഒരാളാണ് യേശു ക്രിസ്തു. അതെ, ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെങ്കിൽ ബാക്കി സകലതും മാനുഷികമായതുകൊണ്ട് അത് പൊളിഞ്ഞുപോയി, മനുഷ്യർക്ക് അതിനെ തകർക്കുവാൻ കഴിഞ്ഞു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രാജ്യം അവൻ സ്ഥാപിച്ചത് 3 ദിവസം കൊണ്ട് പണിതെടുത്ത് പുറത്തു വന്നു. ഇന്നും അത് നിലനിൽക്കുന്നു. റോമൻ സാമ്രാജ്യമല്ല, യഹൂദ പാരമ്പര്യമല്ല, പാതാളം മൊത്തം എതിർത്ത് നിന്നിട്ടും പൊളിക്കുവാൻ കഴിയാത്തവണ് ദൈവത്തിന്റെ രാജ്യം ഇന്നും നിലനിൽക്കുന്നു. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത സഭയെ ദൈവം ഇന്നും പണിതുകൊണ്ടിരിക്കുന്നു. അത് വിശാലമായി കൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? പക്ഷേ യേശുക്രിസ്തു മറ്റു രീതിയിലാണ് പഠിപ്പിച്ചത്. ശിഷ്യന്മാരെ സൃഷ്ടിക്കുകയും ആ ശിഷ്യന്മാരും സെയിന്റ് പോൾ എന്ന് പറയുന്ന വളരെ ക്രാന്തദർശിയായ ഒരു ബിസിനസ്സുകാരനായ ഒരു പണ്ഡിതനായ അല്ലെങ്കിൽ ഒരു ബുദ്ധിമാനായ ഒരാൾ പിന്നീട് വന്നപ്പോഴാണ് ഈ സഭ ഇന്നത്തെ രീതിയിലേക്ക് കെട്ടിപ്പടുക്കുകയും പെർഫെക്റ്റ് സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്തത്. അതല്ലാതെ ചിലപ്പോൾ പണ്ടേ വിസ്മൃതിയിലായി പോയ യേശുക്രിസ്തുവിന്റെ ഈ ട്രെയിനിങ് ഒക്കെ. ഇതുപോലെ വിസ്മൃതിയിലാക്കുവാൻ ആഗ്രഹിച്ച ഒരു ജന്തുവായിരുന്നു ഏദൻ തോട്ടത്തിൽ വെളിപ്പെട്ട സർപ്പം. എന്നാൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ രംഗപ്രവേശനം അതിനെ തിരിച്ചുപിടിച്ചു, തന്റെ രാജ്യം സ്ഥാപിച്ചു, ചില ശിഷ്യന്മാരുടെ കയ്യിൽ അതിനെ ഏൽപ്പിച്ചു. അവർക്ക് വിസ്മൃതിയിലായി തീർന്നപ്പോഴും ദൈവത്തിന്റെ രാജ്യം ഇന്നും നിലനിൽക്കുന്നു. അതിനെ കൈമാറി ഞങ്ങളെ പോലുള്ള
ചിലരുടെ കയ്യിൽ അതിനെ ഏൽപ്പിച്ചു. ഇന്നും ദൈവരാജ്യം ആളിക്കത്തുന്ന തീ പോലെ ഇന്നും അത് കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നു. ചരിത്രം നമ്മൾ ബൈബിൾ മാത്രം കാണാതെ പഠിക്കുന്ന ഒരാൾക്ക് ഇത് കിട്ടണമെന്നില്ല. റോമാൻ ചരിത്രവും ഒക്കെ ഇഷ്ടംപോലെ ചരിത്ര രേഖകൾ നമുക്ക് കിട്ടും. അത് എഴുതപ്പെട്ടിട്ടുണ്ട്, അതിന്റെ മ്യൂസിയങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് ഇത് പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്? നമ്മൾ ഈ യാത്രകളിലൂടെ ഈ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടുത്തെ മ്യൂസിയങ്ങളിലും അവിടുത്തെ ചരിത്രരേഖകളും പഴയ അവിടുത്തെ ലിപികളിൽ എഴുതപ്പെട്ട ലേഖനങ്ങളും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ആ കാലഘട്ടം എന്ന് മനസ്സിലാവും. ആ കാലഘട്ടത്തെ മനുഷ്യന്റെ ആവശ്യം എന്തായിരുന്നു, അതിന് വേണ്ട രീതിയിൽ ഈ നേതാവ് എന്താണ് പഠിപ്പിച്ചത്, ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനെ സമചിത്തതയോടെ ഒന്ന് മാറി നിന്ന് അല്പം പക്വതയോടെ വൈകാരികമല്ലാതെ ആരെങ്കിലും നമ്മളെ മുട്ടനിർത്തി പഠിപ്പിച്ചതല്ലാത്ത ഒരു സ്വതന്ത്ര ബുദ്ധിയിൽ കാര്യങ്ങളെ കാണാൻ പഠിക്കുന്നത്. യേശു ക്രിസ്തു കയറി ഇറങ്ങി നടന്ന ഇസ്രായേൽ ദേശത്തിലൂടെ നടന്നതുകൊണ്ടോ അവിടുത്തെ ലിപികൾ കണ്ടതുകൊണ്ടോ അവിടുത്തെ മ്യൂസിയം കയറി ഇറങ്ങി എല്ലാം കണ്ടു മനസ്സിലാക്കിയത് കൊണ്ടല്ല. കർത്താവ് യേശു ക്രിസ്തു ഞങ്ങളുടെ കയ്യിൽ തന്ന ദൈവവചനത്തെ അപ്പോഴത്തെ വിശ്വസിക്കാൻ ഒരു ഭോഷനെ പോലെ, ഒരു പൊട്ടനെ പോലെ, ഒരു ഭ്രാന്തനെ പോലെ ദൈവവചനം വിശ്വസിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നതുകൊണ്ടാണ് ഇന്ന് പകൽ കർത്താവ് യേശു ക്രിസ്തു ഏകസത്യ ദൈവമെന്നും അവൻ മാത്രമാണ് സത്യമെന്നും ഞങ്ങൾക്ക് വിശ്വസിപ്പാനും വിളിച്ചു പറയാനും ഇടയായി തീർന്നത്. കർത്താവ് യേശു ക്രിസ്തു സത്യമെന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു ഒരു ചരിത്രം ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടല്ല, ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങളുടെ ജ്ഞാനം കൊണ്ടുമല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചു. അതങ്ങനെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് രൂപപ്പെട്ടത് എന്റെ കുടുംബത്തിൽ നിന്നാണ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വേദോട ക്ലാസ്സിൽ നിന്നല്ല, വേദോട ക്ലാസ്സിൽ നിന്നൊന്നുമല്ല. കൊല്ലരുതെന്ന് വേദോടം പഠിച്ചിട്ട് വേണോ എനിക്ക് അറിയാൻ? വ്യഭിചാരം ചെയ്യരുതെന്ന് എന്നെ മതം പഠിപ്പിച്ചിട്ട് വേണോ എനിക്ക് മനസ്സിലാക്കാൻ? വേണോ? മോഷ്ടിക്കരുതെന്നുള്ളത് പഠിക്കാൻ ഒരു മതം വേണം പറയാൻ? ഞാൻ ഇതൊക്കെ സാമാന്യ ബോധമുള്ള കുടുംബത്തിൽ മാതാപിതാക്കളെ മര്യാദയ്ക്ക് വളർത്തി അല്ലെങ്കിൽ ഒരു സമൂഹം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും നമ്മൾ തന്നെ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചിന്തിച്ചാൽ ഒരു ഉത്തരം കിട്ടിയില്ലേ? വിചാരം തെറ്റെന്ന് നമ്മളെ ആർ പഠിപ്പിച്ചു? കൊല ചെയ്യുന്നത് തെറ്റെന്ന്, മോഷ്ടിക്കുന്നത് തെറ്റെന്ന് ആർ നമ്മളെ പഠിപ്പിച്ചു? ഒരാൾ എന്നെ റേപ്പ് ചെയ്യാൻ വന്നാൽ ഞാൻ ആ വ്യക്തിയെ കൊന്നുകളഞ്ഞാൽ അത് എനിക്കൊരിക്കലും തെറ്റല്ല. വയറ് നിറയ്ക്കാൻ വേണ്ടി ഞാൻ മോഷ്ടിച്ചാൽ അത് എനിക്കൊരിക്കലും തെറ്റല്ല. പക്ഷേ ന്യായപ്രമാണം പറയുന്നു അത് തെറ്റെന്ന്. അങ്ങനെയെങ്കിൽ ഈ ന്യായപ്രമാണം എവിടെ വന്നു? ദൈവവചനത്തിൽ നിന്നാണ് ന്യായപ്രമാണം ഞങ്ങൾ പഠിപ്പിച്ചത്, ഞങ്ങൾ പഠിച്ചെടുത്തത്. ദൈവത്തിന്റെ വചനം പറയുന്നു ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് പാപത്തെ കണക്കിടുന്നില്ല. പാപം എന്തെന്നറിഞ്ഞത് ന്യായപ്രമാണം വന്നതുകൊണ്ടാണ്. ഒന്ന് ബൈബിൾ യേശുക്രിസ്തുവിന്റെ ജീവിതം തന്നെ എഴുതി ഇവർക്ക് ജീവിച്ച് നടക്കുന്ന കാലത്ത് ഇവരാരും എഴുതി വെക്കുന്നുണ്ടോ? 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് കോഡിഫൈ ചെയ്യുന്നത്. അതാ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ആ ദിവസം രാവിലെ നടന്നു പോകുമ്പോൾ നെൽക്കതിരോ അല്ലെങ്കിൽ ഗോതമ്പ് ഓർണം പറിച്ചെടുത്ത് കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞുള്ള ഒരാൾക്ക് എഴുതണമെങ്കിൽ കുറച്ച് ഭാവനയൊക്കെ അതിനകത്ത് കേട്ടിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോ ഈ അയാൾ തന്നെ എഴുതി കൊടുത്താലും ചിലപ്പോൾ അക്ഷരത്തിൽ വരും. അയാൾ ഞാൻ തന്നെ എന്റെ ഡയറി ഒരാഴ്ച കഴിഞ്ഞിട്ട് എഴുതിയാൽ പോലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കില്ല. ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ എന്റെ ഓരോ ദിവസത്തെ ഡയറി കുറിപ്പ് എഴുതുന്നെങ്കിൽ പോലും പറ്റില്ല. സഞ്ചാരി ഡയറി എന്ന പരിപാടി ഞാൻ ചെയ്യുന്നത് പോലും അന്ന് പോയ യാത്രയുടെ സ്ക്രിപ്റ്റും ഉൾപ്പെടെയുള്ള വീണ്ടും എടുത്ത് വായിച്ചിട്ട് ആ വിഷൻസ് മുഴുവൻ കണ്ടിട്ട് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം മുഴുവൻ വായിച്ച് നോക്കിയിട്ട് ഒരു 5 മണിക്കൂർ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ സഞ്ചാരി ഡയറി ഷൂട്ട് ചെയ്യാൻ പോയിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയത്. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ വചനം ആ കാലഘട്ടത്തിലല്ല ഈ കാലഘട്ടത്തിൽ ഇന്ന് എഴുതപ്പെട്ടാലും ആ വചനത്തിന് വള്ളിപുള്ളി മാറ്റം സംഭവിക്കില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയ ശേഷം മറ്റൊരു കാര്യസ്ഥനെ അയക്കും, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന് ഒരിക്കലും എങ്ങും തെറ്റ് സംഭവിക്കുകയില്ല. കാരണം ദൈവവചനം എഴുതിയത് സഞ്ചാരത്തിന്റെ ഡയറക്ടറോ അല്ലെങ്കിൽ ചോദ്യം ശരിയല്ല എന്ന് ചോദിക്കുന്ന ആ ചാനലിന്റെ ചോദ്യകർത്താവൊന്നുമല്ല. പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ടതുകൊണ്ട് അതിനെങ്ങും തെറ്റ് സംഭവിക്കില്ല. ഒരു ഉദാഹരണം താങ്കൾ തന്നെ പറയുന്നുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര സമൂഹത്തോട് എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് പോലും ആ ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തെക്കുറിച്ച് പോലും ഞാൻ എന്ത് പറയണമെന്ന് ആ ദൈവമാണ് തീരുമാനിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ താങ്കളെ കുറിച്ചുള്ള പദ്ധതി ഏത് ദേശത്ത്, ഏത് രാജ്യത്ത്, ഏത് ദേശത്ത്, ഏത് കുടുംബത്തിൽ ആരുടെ മകനായി ജനിക്കണമെന്നും ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കണമെന്നും താങ്കളെ കുറിച്ചുള്ള പദ്ധതിയിൽ യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള തന്റെ മകനായ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പദ്ധതികൾക്ക് യാതൊരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് താങ്കൾ തന്നെ തെളിയിക്കുന്ന വിഷയമാണ്. ഇതിനെയൊക്കെ ഒരു കഥകളായി കാണുന്നതിൽ തെറ്റുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ കാണാൻ പറ്റും. കുറെ ചരിത്രമായിട്ടും കാണാൻ പറ്റും. ചരിത്രവും കഥകളും കൂടെ ചേർന്നതാണ് ഈ പറഞ്ഞതെല്ലാം. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വെറും കഥയാക്കി മാറ്റാൻ റോമൻ പട്ടാളവും യഹൂദന്മാരും ഇഷ്ടം പോലെ പണം മുടക്കി. അത് വ്യർത്ഥമായില്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. ആ ഞായറാഴ്ച ഞാൻ കേരളത്തിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മരങ്ങാട്ടുപള്ളിയിലുണ്ടെങ്കിൽ പള്ളി ഞാൻ പോയിട്ടുണ്ടാവും. പല കാരണങ്ങളും. ഒന്ന്, ആ പള്ളിയിൽ ആണ് ഞായറാഴ്ച എൻ്റെ ഗ്രാമത്തിലെ ആളുകളെല്ലാം വരികയും ഞങ്ങൾ ഒത്തുചേരുകയും ചെയ്യുന്ന എൻ്റെ ഒരു സോഷ്യലൈസേഷൻ അവിടെയാണ് എൻ്റെ സമൂഹം. ഇന്ന് പലർക്കും പള്ളി എന്ന് പറയുന്ന ഒരു സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗാദറിങ്ങിനുള്ള ഒരു ഇടമായി മാത്രം മാറിയിരിക്കുന്നു. ഇതിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർക്ക് മാത്രമാണ് യേശു വെളിപ്പെട്ട് വരുന്നത്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച് ശിശുക്കളെ പോലെ നിഷ്കളങ്കരായവർ, ഭോഷന്മാരെ പോലെ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന വെളിപ്പാട് അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം വെളിവായി വരുന്നത്. ലോകം മൊത്തം സഞ്ചരിച്ച് ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ നേടിയതുകൊണ്ട് കർത്താവ് യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം പഠിച്ചിടത്തോളം ഞങ്ങൾക്ക് മനസ്സിലായത് ആത്മാവിൽ സഞ്ചരിച്ച്, ആത്മാവിൽ ജീവിച്ച്, ആത്മാവിനെ അനുസരിച്ച്, ആത്മാവിനെ കേട്ട് ജീവിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് കർത്താവ് യേശു ക്രിസ്തു എന്നുള്ള ജ്ഞാനം. ലോകം കാണുന്നതിന് കുറച്ചുനാൾ അവധി എടുത്തിട്ട് ഈ വേദപുസ്തകം ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു തീർക്കുവാൻ ഒന്നിരിക്കണം. ഒന്നുമല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിലല്ലേ ജനിച്ചത്, അങ്ങനെ ഒന്ന് ജനിച്ചു പോയില്ലേ, ഒരു അപകടം അങ്ങനെ പറ്റിയില്ലേ. അതുകൊണ്ട് ദയവായിട്ട് അവിടുന്ന് ഈ ബൈബിൾ ഒന്ന് വായിക്കണം, ക്രിസ്തീയ സഭയുടെ ചരിത്രം ഒന്ന് പഠിക്കണം, ക്രിസ്തീയ സഭയുടെ ഡോക്ട്രിൻ എന്താണെന്ന് പഠിക്കണം, ക്രിസ്തുവും മശീഹയും തമ്മിലുള്ള ബന്ധം എന്താ, ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് താങ്കൾ വീഡിയോകൾ ഉത്തരങ്ങൾ പറയുന്നത് നല്ലതാണ്. ഇത്